motion of a charged particle in a magnetic field. അതിലെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഞാൻ അതൊന്നും കൂടെ പറയാം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ എടുക്കുന്നത്. അപ്പം ഈ പോർഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഈ പോർഷനിൽ നമ്മൾ പഠിച്ചത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഒരു ചാർജ് വെറുതെ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ഈ ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റിനും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ പറഞ്ഞ എന്താണ്? ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ, അതായത് എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, നമ്മൾ മറ്റൊരു ഡിവൈസ് ഉപയോഗിച്ച്, മറ്റൊരു മാഗ്നറ്റ് ഉപയോഗിച്ച് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു സ്പേസിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ചാർജ് മൂവ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ എക്സ്റ്റേണലി ബിൽഡ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടത്തും. അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഈ മൂവ് ചെയ്യുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് കേസിൽ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? റൈറ്റ് ആംഗിൾ ടു ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇവിടെ പിക്ചറിൽ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇൻഡ്യൂ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. Which is the direction of magnetic field? ക്രോസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ, ക്രോസ് ആയിട്ടല്ലേ കാണിച്ചേക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഈ ക്രോസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ? ആരോ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ വയ്യ. പേപ്പറിന്റെ പ്ലെയിന് ഇൻവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, അതിൽ ഇൻവേർഡ് ആയിട്ടായിരിക്കും. ക്രോസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇനി ഡോട്ട് ആണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഔട്ട്വേർഡ്, നമ്മളുടെ നേരെ ആയിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരിക. അപ്പം ആ ക്രോസും ഡോട്ടും കൊണ്ട് ആ റെപ്രസെന്റ് ചെയ്യുന്നത് മറന്നു പോയത്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആക്ടിങ് ഇൻവേർഡ് ആണ്. ഡയറക്റ്റ് it is perpendicular to the plane of the paper and is directed into the paper. ഇൻവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ Q എന്ന് പറയുന്ന ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ചെയ്യുന്നു v വെലോസിറ്റിയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to QVB. ഫുൾ ഇക്വേഷൻ QVB sin θ ആണ്. ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് sin 90 എന്ന് പറയുന്നത് 1 ആവും. അങ്ങനെയാണ് ഫോഴ്സ് QVB ആകുന്നത്. അപ്പോൾ ഈ ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കും? അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ പോയിന്റിൽ ഇങ്ങോട്ടാണ്. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടാണ്. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന QVB എന്ന് പറയുന്ന ഫോഴ്സ് ഇൻവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ഈ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട്. എപ്പോഴും ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആയ QVB ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു QVB എന്ന് എഴുതാം. mv²/r ഈസ് ഈക്വൽ ടു QVB എന്ന് എഴുതി. അതിൽ നമ്മൾ സ്മോൾ ആർ എഴുതി. അതായത് ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ എഴുതി. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി. വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ, സ്പീഡ് കൂടുകയാണെങ്കിൽ അതിന്റെ റേഡിയസും വലുതാവും. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. പിന്നെ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി.
അതിനുശേഷം ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതി, ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി. ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ QB ഡിവൈഡ് ബൈ M ആണ് നമ്മൾ എഴുതിയത്. പിന്നെ ലിനിയർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതി, QB ഡിവൈഡ് ബൈ 2πm. ഇക്വേഷൻസ് ഒക്കെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി? The frequency of revolution nu is independent of velocity. Frequency is independent of velocity. Okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അതിൻ്റെ ന്യൂമറിക്കൽ ആയിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ക്ലിയർ ആണ്, ഇനി സെക്കൻഡ് കേസിലേക്ക് പോവുകയാണ്. ഹിയർ ദ ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. The charge particle entering the magnetic field at an angle theta. നേരത്തെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്തത്, ഇവിടെ പെർപെൻഡിക്കുലർ അല്ല, ഒരു ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. കൺസിഡർ എ ചാർജ് പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് വിത്ത് വെലോസിറ്റി v at an angle theta with the direction of magnetic field. ഇവിടെ ഈ പിക്ചറിൽ നോക്കിക്കേ, ഈ പിക്ചറിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എക്സ് ആക്സിസിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എക്സ് ആക്സിസിലാണ്. ഒരു ചാർജ് പാർട്ടിക്കിൾ പ്ലസ് Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ഈ ചാർജ് പാർട്ടിക്കിൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്യുന്നത് മൂലം നമുക്ക് ഈ വെലോസിറ്റി വെക്ടറിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. രണ്ട് കമ്പോണൻസ്, ഒരു എക്സ് കമ്പോണന്റും ഒരു വൈ കമ്പോണന്റും. ഓക്കെ, റെസൊല്യൂഷൻ ഓഫ് ദ വെക്ടർ നേരത്തെ പറഞ്ഞതാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഈ വെലോസിറ്റി വെക്ടറിനെ, വി എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇതാണ് വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ. ഈ ആംഗിൾ തീറ്റ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. നമ്മൾ അതിനെ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എക്സ് കമ്പോണന്റ് ആണ്, ഇത് വൈ കമ്പോണന്റ് ആണ്. ഇതാണ് ആംഗിൾ തീറ്റ. അപ്പോൾ എക്സ് കമ്പോണന്റ് ആണ് തീറ്റ എന്ന് പറയുന്ന ആംഗിളിന്റെ നിയർ സൈഡ്, അഡ്ജസന്റ് സൈഡ്. അതുകൊണ്ട് എക്സ് കമ്പോണന്റ് എന്തായിരിക്കും? കോസ് ആയിരിക്കുമോ സൈൻ ആയിരിക്കുമോ? അഡ്ജസന്റ് സൈഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കോസ് ആണോ സൈൻ ആണോ? അഡ്ജസന്റ് സൈഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതാണ്? കോസ് തീറ്റ ആണോ സൈൻ തീറ്റ ആണോ? അഡ്ജസന്റ് സൈഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കോസ് കമ്പോണന്റ് ആണ്, കോസ് കമ്പോണന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ റിസോൾവ് ചെയ്യുന്ന ഏത് വെക്ടറിനെയാണ് റിസോൾവ് ചെയ്യുന്നത്? വെലോസിറ്റി വെക്ടറിനെയാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് വെക്ടർ, വെലോസിറ്റി വെക്ടർ ഇൻറ്റു കോസ് തീറ്റ. അപ്പം ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലെങ്കിൽ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആയിട്ട്. ഇനി വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെങ്കിൽ വൈ കമ്പോണന്റ്. വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? വൈ കമ്പോണന്റ് ഇവിടെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് തീറ്റ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ വൈ കമ്പോണന്റ് എന്ന് പറയുന്നത്. വൈ കമ്പോണന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നിരിക്കുന്നത് സൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആ വെക്ടർ റിസോൾവ് ചെയ്യുന്ന വെക്ടർ വി ഇൻറ്റു സൈൻ തീറ്റ ആണ് വൈ കമ്പോണന്റ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നു രണ്ട് കമ്പോണന്റ് ആയിട്ട്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് വി എക്സ് എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആയിട്ട് കിട്ടും. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് അലോങ് ദി x direction, that is in the same direction of magnetic field. And another component is Vy, that is Vy is equal to V sin theta, and its direction is perpendicular to the direction of magnetic field, that is along y axis. But here there are, velocity has two components, V cos theta and V sin theta. ഇനി ഈ രണ്ട് കമ്പോണൻസിന്റെയും എഫക്റ്റ് എന്താണ്? വി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കേസ്, ഫസ്റ്റ് കേസിൽ പഠിച്ച രീതിയിൽ ഈ കമ്പോണന്റ്
ഈ ചാർജ് പാർട്ടിക്കിളിനെ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കും. ഒരു സർക്കുലർ പാത്തിലാണ് ഈ y കമ്പോണന്റ് ആയ v സൈൻ തീറ്റ ഈ ചാർജ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിക്കുന്നത്. എന്നാൽ എക്സ് കമ്പോണന്റ് ആയ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന v കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് എന്ത് ചെയ്യും? അതിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കും. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കും. അപ്പൊ ഇവിടെ രണ്ട് മോഷൻ ആണ്. ഒന്ന് ഒരു സർക്കുലർ മോഷൻ, അതായത് v സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് അതിനെ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യിക്കുകയും v കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് അതിനെ എക്സ് ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ചാർജ് പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? നേരത്തെ പോലെ ഒരു സർക്കിൾ ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്, പകരം ഒരു ഹെലിക്കൽ പാത്ത്, ഒരു ഹെലിക്കൽ മോഷൻ ആയിരിക്കും ഉണ്ടാകുക. കണ്ടോ, നമ്മളൊരു സ്പ്രിംഗ് ഇരിക്കുന്ന പോലെ അത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട്, അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ ഹെലിക്കൽ മോഷൻ അല്ലെങ്കിൽ ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്. Thus, the charged particle is under the combined effect of two components of velocity. Due to the horizontal component, it moves along the direction of the magnetic field, and due to vertical component, it moves in a circular path. Due to horizontal component, it moves along the direction of magnetic field, and due to the vertical component, it will move in a circular path. Hence, the resultant path of the particle will be helical. The resultant path will be helical. Okay. The time taken for one revolution. Time taken for one revolution is called period. That is period t is equal to period basic equation ആണ് 2 pi by omega. അല്ലെങ്കിൽ period എന്ന് പറയുന്നത് 1 by nu ആണ്. Nu is frequency. The reciprocal of frequency is period. Okay. 2 pi by nu or 2 pi by omega or 1 by nu എന്ന് എഴുതാം. ന്യൂവിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? QB ഡിവൈഡ് ബൈ 2 pi m ആണ്. അതുകൊണ്ട് 1 by nu എന്ന് പറയുന്നത് 2 pi m ഡിവൈഡ് ബൈ QB എന്ന് നമുക്ക് എഴുതാം. ഇനി പിച്ച് എന്താണെന്ന് നോക്കിക്കേ. പിച്ച്, the distance moved along the magnetic field in one revolution is called pitch. The distance moved along the magnetic field in one revolution. അതായത് ഇവിടെ രണ്ട് ടൈപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സർക്കുലർ മൂവ്മെന്റ് ഉണ്ട്, അതിനൊപ്പം തന്നെ അത് മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് റിവോൾവ് ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം ഈ ചാർജ് പാർട്ടിക്കിൾ റിവോൾവ് ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് അതിനുണ്ടാകും, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേൺ ഈ പിക്ചറിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സർക്കുലർ പാത്ത് കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഇത്രയാണ് അതിന്റെ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തത്. പിച്ചിന്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ടി എന്നാണ്. വി കോസ് തീറ്റ ടി. ടിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ടിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 pi m ഡിവൈഡ് ബൈ QB ഇൻറ്റു വി കോസ് തീറ്റ ആണ് പിച്ചിന്റെ ഇക്വേഷൻ. അത് നോട്ട് ചെയ്ത് വെച്ചാൽ. അപ്പം ഈ ടോപ്പിക്കിൽ നമ്മൾ രണ്ട് കേസാണ് പഠിച്ചത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് ഇൻറ്റു എ മാഗ്നറ്റിക് ഫീൽഡ് at an angle 90 degree with the direction of magnetic field. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിൾ എൻ്ററിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ആ കേസിൽ അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട് വെലോസിറ്റിക്ക്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഒരു കമ്പോണൻറ്റ് അതിനെ റൊട്ടേറ്റ് ചെയ്യും, ഒരു കമ്പോണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അതിനെ മൂവ് ചെയ്യിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ഹെലിക്കൽ പാത്ത് ആയിരിക്കും കിട്ടുക. അതിൽ നിന്നും പിച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ ഡിസ്റ്റൻസ് മൂവ്ഡ് along the magnetic field in one revolution is called pitch. അതിന്റെ ഇക്വേഷൻ പഠിച്ചു.
നോട്ട് ചെയ്തല്ലോ. NCERT Solve 4.3 ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യുക. What is the radius of the path of an electron moving at a speed of 3 into 10 raised to 7 meter per second in a magnetic field of 6 into 10 raised to minus 4 Tesla perpendicular to it? What is its frequency? Calculates its energy in keV. എന്താണ് EV? EV എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇലക്ട്രോൺ വോൾട്ട്. എന്തിന്റെ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്? എനർജിയുടെ യൂണിറ്റ്. ഗുഡ്. തെറ്റിപ്പോകരുതും. ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടൻഷ്യലുമായിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ നോക്കും. EV എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് അല്ല, എനർജിയുടെ യൂണിറ്റ് ആണ്. 1 EVയുടെ വാല്യൂ എന്താ? എനർജിയുടെ SI യൂണിറ്റ് ജൂൾസ് ആണ്. അപ്പോൾ 1 EV എന്ന് പറയുന്നത് എത്ര ജൂൾസ് ആണ്? 1.6 into 10 raised to minus 19 ജൂൾസ് ആണ്. ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? What is the radius of the path of an electron moving at a speed of 3 into 10 raised to 7 meter per second in a magnetic field of 6 into 10 raised to minus 4 Tesla perpendicular to it? അപ്പോൾ ഫസ്റ്റ് കേസ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 3 into 10 raised to 7 meter per second. പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? What is the radius of the path? Radius of the path equation ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നീട് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പിന്നെ we have to calculate its energy. അത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, റേഡിയസും കണ്ടുപിടിക്കാം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. Equation അറിയാം. Radius of the path is mv divided by qb. ആണ്. Mass of the electron ക്വസ്റ്റ്യനിൽ അവർ നൽകിയിട്ടുണ്ട്. Mass of the electron, velocity ഉണ്ട്, q charge of the electron അറിയാം, 1.6 into 10 raised to minus 19. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എല്ലാ ഡാറ്റയും അവൈലബിൾ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. Answer is 26 into 10 raised to minus 2 meter. 26 into 10 raised to minus 2 meter. പിന്നെ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസിയും ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത് മറ്റൊരു ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, ഒരു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ്. ഒമേഗ എന്ന് പറയുന്നത് v/r ആണ്. അതുകൊണ്ട് v ഡിവൈഡ് ബൈ 2πr. ഏത് ഇക്വേഷൻ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മറ്റേ നേരത്തെ പഠിച്ച ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
2 into 10 raised to 6 hertz എന്ന് കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്, ഹെഡ്സ്. അപ്പം 2 into 10 raised to 6 hertz. അടുത്തത് അവർ കൈനറ്റിക് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ദ എനർജി. എനർജി മൂവ് ചെയ്യുമ്പോൾ എനർജി കൈനറ്റിക് എനർജി ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ബേസിക് ഇക്വേഷൻ ഹാഫ് mv² ആണ്. മാസ് ഓഫ് ദി ഇലക്ട്രോൺ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, വെലോസിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 into 10 raised to -16 joules എന്നാണ് കിട്ടുക. 4 into 10 raised to -16 joules. അവർ പറഞ്ഞേക്കുന്നത് ഇ വിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്, വെറും കിലോ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൾസിനെ ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1.6 into 10 raised to -19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1 EV is equal to 1.6 into 10 raised to -19 joules ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അറിയേണ്ടതാണ്. ഇതാണ് കൺവേർഷൻ. അപ്പോൾ 1 joules എന്ന് പറയുന്നത് നമുക്ക് 1/1.6 into 10 raised to -19 EV ആണ്. നമുക്ക് എത്ര ജൂൾസ് ഉണ്ട്? 1 ജൂളിന്റെ വാല്യൂ ആണിത്. അപ്പോൾ നമുക്ക് എത്ര ജൂളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് 4 into 10 raised to -16 ജൂൾസിനാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4 into 10 raised to -16 ഡിവൈഡഡ് ബൈ 1.6 into 10 raised to -19 കിട്ടും. നമുക്ക് കിട്ടുക ആൻസർ 2.5 into 10 raised to 3 EV എന്ന് കിട്ടും. 10 raised to 3 എന്ന് പറയുന്നത് കിലോ ആണ്. അതുകൊണ്ട് 2.5 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. Okay. Next exercise 4.11. NCERT exercise 4.11. In a chamber, a uniform magnetic field of 6.5 Gauss is maintained. An electron is shot into the field with a speed of 4.8 into 10 raised to 6 meter per second normal to the field. Explain why the path of the electron is a circle. Determine the radius of the circular orbit. Determine the radius of the circular orbit. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? In a chamber, a uniform magnetic field of 6.5 Gauss is maintained. ഒരു ചേംബർ ഉണ്ട്, ആ ചേംബറിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.5 Gauss ആണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം. Gauss CGS സിസ്റ്റം ആണ്. നമുക്ക് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം, ടെസ്ലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി an electron is shot into the field with a speed of 4.8 into 10 raised to 6 meter per second normal to the field. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ഇലക്ട്രോണിനെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇലക്ട്രോൺ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി 4.8 into 10 raised to 6 meter per second ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം, അത് ടെസ്ലയിലേക്ക് കൺവേർട്ട് ചെയ്യാം, പിന്നെ സ്പീഡും എഴുതാം.
നമുക്ക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ വൈ ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് എ സർക്കിൾ. പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് എ സർക്കിൾ. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് തിയറിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിൻ ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ ഓർബിറ്റ്. അത് നമുക്കറിയാം, റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. സർക്കുലർ പാത്തിൽ എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്? The magnetic force acting on an electron is always perpendicular to the direction of velocity of the electron. ഈ കേസിൽ the magnetic field പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫോഴ്സ്, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. This force acts as a centripetal force and makes the electron move in a circular path. അപ്പം ഈ ലോറൻസ് ഫോഴ്സ് അതിനൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയും ഇലക്ട്രോൺ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസിന്റെ ഇക്വേഷൻ R = mv/qb ആണ്. എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. The answer is 4.2 centimeter. 4.2 centimeter. For NCERT exercise 4.12. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. In exercise 4.11, obtain the frequency of revolution of the electron in its circular orbit. Thus the answer depends on speed of the electron. നേരത്തെ തന്നിരിക്കുന്ന അതേ ഡേറ്റയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം ഫ്രീക്വൻസി ഇക്വേഷൻ QB/2πm ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, കാരണം ഫ്രീക്വൻസി ഇക്വേഷനിൽ വെലോസിറ്റി ഇല്ല. അപ്പം എത്ര വേഗതയിൽ, എത്ര ഫാസ്റ്റായിട്ട് ഈ ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്താലും അതിന്റെ ഫ്രീക്വൻസിയെ അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. തന്നിരിക്കുന്ന ഡാറ്റ ഇക്വേഷനിൽ ന്യൂ ഈസ് ഈക്വൽ ടു QB/2πm. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
Okay, the answer will be 18 megahertz. 18 into 10 raised to 3 hertz, 10 raised to 6 hertz എന്നായിരിക്കും കിട്ടുക. 18 into 10 raised to 6 hertz, that is equal to 18 megahertz. അടുത്തൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ച ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എ ചാർജ് പാർട്ടിക്കിൾ ആഫ്റ്റർ ബീങ് ആക്സലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V enters in a uniform magnetic field and moves in a circle of radius r. If V is doubled, the radius of the circle will become. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. A charged particle after being accelerated through a potential difference V enters in a uniform magnetic field and moves in a circle of radius r. If V is doubled, the radius of the circle will become. അപ്പോൾ ഇവര് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ് പാർട്ടിക്കിൾ, ഇലക്ട്രോണോ പ്രോട്ടോണോ അതേപോലുള്ള ഏതെങ്കിലും ഒരു ചാർജ് പാർട്ടിക്കിൾ after being accelerated through a potential difference of V volt. അപ്പം ആ ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്നു. ചാർജ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു. 2 ഇലക്ട്രോഡുകൾ, ഒരു ആനോഡും കാഥോഡും ഉണ്ടാവും. അപ്പം അതിനിടയിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഒരു പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ എടുക്കുന്നു. ഒരു ചാർജ് പാർട്ടിക്കിളിനെ എടുക്കുന്നു. ഈ ചാർജ് പാർട്ടിക്കിൾ അപ്പോൾ ഇതിനെ അക്രോസ് ആയിട്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യും. V വോൾട്ട് പൊട്ടൻഷ്യലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മളൊരു V വോൾട്ട് പൊട്ടൻഷ്യലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ചാർജിനെ നമ്മൾ അതിനെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിന് എനർജി കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. ഓക്കെ, അപ്പം വളരെ ഹൈ വെലോസിറ്റിയിൽ ആക്സലറേറ്റ് ചെയ്ത ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തു. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് r ആണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ V ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിന്റെ റേഡിയസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ V ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും, അല്ലേ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസിനെ അത് ബാധിക്കും. അപ്പോൾ റേഡിയസ് എങ്ങനെയായിരിക്കും ചേഞ്ച് ആകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇവര് ഓപ്ഷൻ തന്നിട്ടുണ്ട് 2r, √2r, 4r, r/√2. നമുക്ക് അത് ആൻസർ B ആണ്. എങ്ങനെയാണ് B കിട്ടുമെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ r-ന്റെ ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ qb ആണ്. mv ഡിവൈഡഡ് ബൈ qb. ഓക്കെ, നമുക്ക് ഈ r-ന്റെ ഇക്വേഷനിൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V, ക്യാപിറ്റൽ V ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇക്വേഷനിലേക്ക് മാറ്റണം. ക്യാപിറ്റൽ Vയും R-ഉം എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കും എന്നുള്ളത് നോക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് നോക്കിയേ.
കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തുവാ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ. ഈ ഡിനോമിനേറ്റർ ഉള്ള 2 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 2k ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഒരു എം കൊണ്ട് രണ്ട് സൈഡിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എഴുതാം 2mk ഈസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ. 2mk ഈസ് ഈക്വൽ ടു എം സ്ക്വയർ വി സ്ക്വയർ. നമുക്ക് എം വി ആണ് വേണ്ടത്, അതുകൊണ്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു. എം സ്ക്വയർ വി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ എം വി എന്ന് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ റൂട്ട് 2mk. അപ്പോൾ എം വി എന്തിന് ഈക്വലാണ്? എം വി എന്ന് പറയുന്നത് റൂട്ട് 2mkക്ക് ഈക്വലാണ്. അപ്പോൾ ഈ വാല്യൂ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം വിക്ക് പകരം റൂട്ട് 2mk എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതാം റൂട്ട് 2mk ഡിവൈഡഡ് ബൈ ക്യൂബ്. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിക്ക് ഞാൻ ക്യൂ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ക്യൂ വി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ചാർജ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത് എനർജി ആയിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ക്യൂ ബി ആണ്, അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. അപ്പോൾ കൈനറ്റിക് എനർജി കെക്ക് പകരം എന്ത് കൊടുക്കാം? ക്യൂ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? റൂട്ട് 2m ക്യൂ വി ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്ന് കിട്ടി. ഇവിടെ ഇനി നോക്കിക്കേ, ഈ കേസിൽ എന്തൊക്കെ കോൺസ്റ്റന്റ്സ് ആണ്? മാസ് ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആണ്, ചാർജ് പാർട്ടിക്കിളിലെ ചാർജ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ചേഞ്ച് വരുത്തിയത്. പൊട്ടൻഷ്യൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയസും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റേഡിയസ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എന്ന് എഴുതാം. റേഡിയസ് r ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി എന്ന് എഴുതാം. ഇതാണ് റേഡിയസും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. r ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി. അപ്പോൾ ഇവര് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? പൊട്ടൻഷ്യൽ ഡബിൾ ആക്കി എന്നാണ് പറഞ്ഞത്. പൊട്ടൻഷ്യൽ ഡബിൾ ആക്കുക എന്ന് പറയാൻ നേരത്തെ വി ആയിരുന്നു, അത് ഡബിൾ ആക്കുക എന്ന് പറയുമ്പോൾ അത് 2v ആക്കി മാറ്റി. അപ്പോൾ ഉണ്ടാകുന്ന റേഡിയസ് ഞാൻ r ഡാഷ് എന്ന് എടുക്കാം. പുതിയ റേഡിയസ് r ഡാഷ് ആണ്. ഡബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റേഡിയസ് r ഡാഷ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ r ഡാഷ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? 2vക്ക് പ്രൊപ്പോർഷണൽ ആണ്. r ഡാഷ് 2vക്ക് പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഇനി ഇതിന്റെ റേഷ്യോ എടുക്കാം. r ഡാഷ് ബൈ r എങ്ങനെ എഴുതാം? r ഡാഷ് ബൈ r ഈസ് ഈക്വൽ ടു റൂട്ട് 2v ഡിവൈഡ് ബൈ റൂട്ട് v എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് വി ക്യാൻസൽ ചെയ്തു പോയി, ബാക്കിയുള്ളത് റൂട്ട് 2 ആണുള്ളത്. അപ്പോൾ r ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 2r എന്ന് എഴുതാം. r ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 2r. അപ്പോൾ ആൻസർ ഈസ് D. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇവിടെ റേഡിയസിന്റെ ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു mv ഡിവൈഡ് ബൈ ക്യൂബി ആണ്. mv ഡിവൈഡ് ബൈ ക്യൂബി. നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യലും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. പൊട്ടൻഷ്യലും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കൈനറ്റിക് എനർജിയും r തമ്മിലുള്ള റിലേഷൻ എഴുതണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ k ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ആണ്. അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ mv ഈസ് ഈക്വൽ ടു റൂട്ട് 2m
കെ എന്ന് കിട്ടും, റൂട്ട് 2 എം കെ. അപ്പോൾ എം വിക്ക് പകരം നമുക്ക് റൂട്ട് 2 എം കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 2 എം കെ ഡിവൈഡ് ബൈ ക്യൂ ബി എന്ന് കിട്ടി. ഇനി കൈനറ്റിക് എനർജിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ക്യൂ വി എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കെയ്ക്ക് പകരം നമുക്ക് ക്യൂ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലും റേഡിയസും തമ്മിലുള്ള റിലേഷനായി ആർ ഈസ് ഈക്വൽ ടു റൂട്ട് വി എന്ന് വരും. ഇവിടെ പൊട്ടൻഷ്യൽ ഡബിൾ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയ റേഡിയസ് ആർ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോഷലാണ്? റൂട്ട് 2 വിക്ക് പ്രൊപ്പോഷലാണ്. അതിന്റെ റേഷ്യോ എടുക്കുക, അതിൽ നിന്നും ആർ ഡാഷിന്റെ ഇക്വേഷൻ എഴുതാം. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആർ എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? Okay, next is velocity selector. Velocity selector. What is a velocity selector? Velocity selector is a setup to select charged particles of a particular velocity from a beam passed through a space having crossed electric field and magnetic field. What is velocity selector? Velocity selector is a setup to select charged particles of a particular velocity. Charged particles of a particular velocity from a beam passed through a space having crossed the electric and magnetic field. എന്താണ് crossed electric and magnetic field എന്ന് പറയുന്നത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ക്രോസ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡ് ഡോട്ടഡ് ആണ്. ഡോട്ടഡ് എന്ന് പറയുമ്പോൾ പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ഔട്ട്വേർഡ്സ് നമ്മുടെ നേരെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആംഗിളിലാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോസ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. ക്രോസ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ബീം ഓഫ് ചാർജ് പാർട്ടിക്കിൾ തരികയാണ്. ഒരു ബീം, ചാർജ് പാർട്ടിക്കിളിന്റെ ഒരു ബീം. പല വെലോസിറ്റിയിലാണ് ഈ പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്നത്. നമുക്ക് ആ ബീമിൽ നിന്നും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ആ അറേഞ്ച്മെന്റിനെയാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി സെലക്ടർ ഈസ് എ സെറ്റപ്പ് ടു സെലക്ട് ചാർജ് പാർട്ടിക്കിൾസ് ഓഫ് എ പെർട്ടിക്കുലർ വെലോസിറ്റി from a beam passed through a space having crossed electric and magnetic fields. Consider a charge Q moving with a velocity v in presence of both electric and magnetic fields. Consider a charge Q moving with a velocity v in presence of both electric and magnetic fields. From electric field, yes. Here a space is there. There is an electric field and a magnetic field also. Both are perpendicular. Both are perpendicular to each other. But magnetic field um electric field um ulla oru space. Avade electric field na perpendicular aanu magnetic field act cheyyunnathu. ആ ഫീൽഡിലേക്ക് നമ്മൾ എന്തിനെ മൂവ് ചെയ്യിച്ചു? ഒരു ചാർജ് പാർട്ടിക്കിളിനെ മൂവ് ചെയ്യിച്ചു. ആ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ് v. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും, ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അത്
ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യും, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലോറൻസ് ഫോഴ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇ പ്ലസ് എഫ് ബി, വെക്ടർ എഫ് ഇ പ്ലസ് എഫ് ബി. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ഇ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എഫ് ബി ആണ്. എഫ് ഇയുടെ വാല്യൂ എന്ത് വരുന്നു? എഫ് ഇയുടെ വാല്യൂ, what is the force acting on a charged particle Q in an electric field E? What is the force acting on a charged particle Q in an electric field E? F is equal to Q. First chapter പഠിച്ചത് F is equal to Q into QE. F is equal to QE. First chapter നമ്മൾ പഠിച്ചാണ് F is equal to QE. Okay. അപ്പം ഈ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F is equal to QE. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Q into vector E പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് Q into V ക്രോസ് B. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും ആ ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യും. അതാണ് ടോട്ടൽ ഫോഴ്സ്, ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ F is equal to QE plus Q into V cross B. Consider the case in which electric and magnetic fields are perpendicular to each other and also perpendicular to the velocity of the particle. അപ്പം ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, അതിന് പെർപെൻഡിക്കുലർ ആണ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ചാർജ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി അതിനും പെർപെൻഡിക്കുലർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പിക്ചർ തന്നെ നമുക്ക് ഇപ്പോഴും നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്, അത് ഔട്ട്വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് y ആക്സിസിൽ ആക്ട് ചെയ്യുന്നു. വെലോസിറ്റി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ ഈസ് അലോങ് x ആക്സിസ്. മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വെക്ടർ ഇ യെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വെക്ടർ ഇ യെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കമ്പോണന്റും ഡയറക്ഷൻ കമ്പോണന്റുമായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? മാഗ്നിറ്റ്യൂഡ് കമ്പോണന്റ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് കമ്പോണന്റ് ഇ ആണ്. ഡയറക്ഷണൽ കമ്പോണന്റ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടറായ ഐ ജെ കെ ക്യാപ് എന്ന രീതിയിൽ നമുക്ക് ഇയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഇയുടെ ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ആണ്. ഇയുടെ ഡയറക്ഷൻ വൈ ഡയറക്ഷൻ ആണെങ്കിൽ ഏത് യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കാം? ഏത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കാം? ഐ ഉപയോഗിക്കണോ, ജെ ഉപയോഗിക്കണോ, കെ ഉപയോഗിക്കണോ? ജെ ഉപയോഗിക്കണം. ജെ ഉപയോഗിക്കണം. കാരണം എന്താ? വൈ ആക്സിസിലല്ലേ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈ ആക്സിസിൽ ജെ ആണ്, ജെ ക്യാപ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഡയറക്ഷണൽ പാർട്ടും. മാഗ്നിറ്റ്യൂഡ് പാർട്ട് ഇ, വെക്ടർ സൈൻ ഞാൻ കൊടുത്തിട്ടില്ല, വെറുതെ ഇ എന്ന് എഴുതിയിട്ടുള്ളൂ. ഡയറക്ഷണൽ പാർട്ടാണ് ജെ ക്യാപ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി യെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേ രീതിയിൽ വെക്ടർ ബി യെ എങ്ങനെ എഴുതാം? നിങ്ങൾക്കൊന്ന് പറയാമോ? വെക്ടർ ബി എങ്ങനെ എഴുതാം? അതിന്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ട് എന്തുവാ? മാഗ്നിറ്റ്യൂഡ് പാർട്ട് ബി. ഡയറക്ഷണൽ പാർട്ട്, അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ? പിക്ചറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാ? Anu, what is the direction of magnetic field in this picture?
And can you tell? Sir, K cap. K cap. Correct. K cap, because it is in Z direction. It is in Z direction. That is B into K cap. ഇനി വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് പാർട്ട് V into നന്ദന. V into I cap. Correct. I cap. അപ്പം നമുക്ക് ഇവിടെയുള്ള വെക്ടേഴ്സിനെ എല്ലാം അതിന്റെ കമ്പോണൻസ് ആയിട്ട് കമ്പോണൻസ് അല്ല അതിന്റെ സ്പ്ലിറ്റ് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഡയറക്ഷണൽ പാർട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് FE എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? FE വെക്ടർ FE എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്? Q ഇൻറ്റു വെക്ടർ E എന്ന് പറയുന്നത് വെക്ടർ E നമുക്ക് എങ്ങനെ എഴുതാം? E J ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ Q ഇൻറ്റു E J ക്യാപ്പ് എന്ന് എഴുതാം. സിമിലർലി FB എങ്ങനെ എഴുതാം? FB വെക്ടർ FB is equal to നമ്മൾ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? Q ഇൻറ്റു V ക്രോസ് B, വെക്ടർ V ക്രോസ് B. ഓക്കെ, അപ്പോൾ Q ഇൻറ്റു V യെ നമുക്ക് എന്താ എഴുതിയേക്കുന്നത്? V ഇൻറ്റു I ക്യാപ്പ് ക്രോസ് B യെ എങ്ങനെ എഴുതാം? B ഇൻറ്റു K ക്യാപ്പ്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് പാർട്ടായ വിയും ബിയും ബ്രാക്കറ്റിനെ നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ QVB എന്ന് എഴുതാം. പിന്നുള്ളത് I ക്രോസ് K ആണ്. I ക്രോസ് K അല്ലേ? I ക്രോസ് K എന്ന് പറയുന്നത് മൈനസ് J ആണ്. I ക്രോസ് K എന്ന് പറയുന്നത് മൈനസ് J. അതിന്റെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ സ്ലൈഡിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു റിസൾട്ട്. അപ്പോൾ I ക്രോസ് K ഈസ് ഈക്വൽ ടു മൈനസ് J. അപ്പോൾ നമുക്ക് FB യുടെ ഇക്വേഷൻ മൈനസ് QVB J ക്യാപ്പ് എന്ന് കിട്ടും. മൈനസ് QVB J ക്യാപ്പ്. ഓക്കെ, ഇനി നമുക്ക് 3 കോർഡിനേറ്റ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. Y ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് Y ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് Z ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ നേരത്തെ വരച്ച പിക്ചർ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെയായിരിക്കും വരയ്ക്കാൻ കഴിയുക. FE യുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? FE യുടെ ഡയറക്ഷൻ J ക്യാപ്പിന്റെ ഡയറക്ഷൻ ആണ്. അതായത് Y ആക്സിസിലാണ് FE. അപ്പോൾ FE ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. കറക്റ്റ്. നമുക്ക് FB യുടെ ഡയറക്ഷൻ അങ്ങോട്ട് കിട്ടിയേക്കുന്നത് FB യുടെ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ മൈനസ് J ഡയറക്ഷനിലാണ്. IJK J എന്ന് പറയുന്നത് Y ആക്സിസ് ആണ്. ഇവിടെ മൈനസ് J ഡയറക്ഷനിലാണ് FB യുടെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്? മൈനസ് Y ഡയറക്ഷൻ, അതായത് താഴേക്ക്. FB യുടെ ഡയറക്ഷൻ നേരെ താഴേക്ക്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, FE നേരെ മുകളിലോട്ട്, FB നേരെ താഴേക്ക്. അപ്പൊ രണ്ട് വെക്ടറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. FE എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് ആയ FE പോസിറ്റീവ് Y ഡയറക്ഷനിലും, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് FB നെഗറ്റീവ് Y ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നു. നമുക്ക് നെറ്റ് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? FE പ്ലസ് FB ആണ്. FE പ്ലസ് FB. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടറുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെക്ടർ സം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ സം എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് FE യുടെ വാല്യൂ QE J ക്യാപ്പ് ആണ്. QE J ക്യാപ്പ്. FB യുടെ വാല്യൂ മൈനസ് QVB J ക്യാപ്പ് ആണ്. അപ്പോൾ നമുക്ക് അത് തമ്മിൽ ആഡ് ചെയ്യാം, വെക്ടർ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ
അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ക്യു ഇ മൈനസ് ക്യു വി ബി, രണ്ടും ജെ ആണ്. അപ്പോൾ ജെ ക്യാപ്. അപ്പം ക്യു കോമൺ ആയിട്ട് എടുത്തു, ജെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ക്യു ഇൻറ്റു ഇ മൈനസ് വി ബി ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് കിട്ടും. അപ്പം ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, okay. Suppose we adjust the values of E and B such that the magnitudes of the two forces are equal. നമ്മൾ എന്താ ചെയ്യുന്നത്? We adjust the values of electric field and magnetic field such that the magnitudes of the two forces are equal. The magnitudes of the two forces are equal. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആകത്തക്ക രീതിയിൽ നമ്മൾ ഇയും ബിയും അഡ്ജസ്റ്റ് ചെയ്യുന്നു. രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then the total force on the charged particle is zero. Then the total force acting on the charged particle is zero because QE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും. ലോറൻസ് മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് മുകളിലോട്ടുള്ള ഫോഴ്സ് അത്രയും തന്നെ ഈക്വൽ ഫോഴ്സ് താഴേക്കും ആക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആയിട്ട് മാറും. Then the total force on the charged particle is zero and the charge will move undeflected through the field. And the charged particle will move undeflected through the field. This happens when QE is equal to QVB. The magnitude of force of electric field, force given by the electric field is equal to the magnitude of the force given by the magnetic field. That is QE is equal to QVB. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഈ ക്യൂവും ക്യൂവും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് E is equal to VB എന്ന് കിട്ടും. വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. വെലോസിറ്റി V is equal to E by B എന്ന് എഴുതാം. വെലോസിറ്റി V is equal to E by B എന്ന് എഴുതാം. The particle with speed E by B passes undeflected through the region of crossed electric and magnetic field. അപ്പോൾ ഈ വെലോസിറ്റി ഉള്ള E by B എന്ന് പറയുന്ന ഈ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഉള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് യാതൊരുവിധ ഡിഫ്ലക്ഷനും ഇല്ലാതെ ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്പേസിലൂടെ മൂവ് ചെയ്യും. കാരണം അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ അത് ഡീവിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ അപ്പ് സൈഡിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഡൗൺ സൈഡിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഈ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൽ സീറോ ആണ്. അതുകൊണ്ട് അതിന് യാതൊരുവിധ ഡിഫ്ലക്ഷനും ഇല്ലാതെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഫീൽഡിലൂടെ ക്രോസ് ഫീൽഡിലൂടെ മൂവ് ചെയ്യും. ദ പാർട്ടിക്കിൾ വിത്ത് സ്പീഡ് E by B pass undeflected through the region of crossed electric and magnetic field. This condition is used to select charged particles of a particular velocity out of a beam containing charges moving with different speeds. അപ്പം ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് നൽകുന്നതെങ്കിൽ ആ ബീം ഓഫ് പാർട്ടിക്കിൾസിലെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രം നമുക്ക് മതി, ബാക്കി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബീമിനെ ഇതേപോലെ ഒരു ക്രോസ് ഫീൽഡിലൂടെ മൂവ് ചെയ്യിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇയും ബിയും സെറ്റ് ചെയ്യും.
E/B നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റിയാക്കി മാറ്റും. അപ്പോൾ ആ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസിൽ മാത്രം യാതൊരുവിധ ഫോഴ്സും ആക്ട് ചെയ്യാത്തത് മൂലം അത് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടാർജറ്റിൽ ബോംബാർഡ് ചെയ്യിക്കാം. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത വെലോസിറ്റിയിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു സൈഡിലോട്ട്, ഒന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും, നെറ്റ് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു നെറ്റ് ഫോഴ്സ് കൊടുക്കും. അതുകൊണ്ട് അത് രണ്ട് സൈഡിലോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോവുകയും ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത നമുക്ക് റിക്വയർഡ് വെലോസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്ത് നമുക്ക് ടാർജറ്റിൽ ബോംബാർഡ് ചെയ്യിക്കാൻ സാധിക്കും. This condition is used to select the charged particles of a particular velocity out of a beam containing charged particles moving with different speeds. The crossed E and B fields therefore act as a velocity selector. ഈ ക്രോസ് ഫീൽഡ്സ് ആണ് വെലോസിറ്റി സെലക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുക. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. A beam of proton passes undeflected with a horizontal velocity v through a region of electric and magnetic fields mutually perpendicular to each other and perpendicular to the direction of the beam. A beam of proton, positive charge particle ആണ്. It passes undeflected with a horizontal velocity v through a region of electric and magnetic field mutually perpendicular to each other. അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു സ്പേസ്, ക്രോസ് ഫീൽഡ്സ് ഉള്ള ഒരു സ്പേസിലൂടെ v വെലോസിറ്റിയിൽ ഒരു പ്രോട്ടോൺ മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ച അതേ കേസ്. If the magnitude of the electric and magnetic fields are 100 kilovolt per meter and 50 millitesla respectively, calculate the velocity of the beam. വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. വെലോസിറ്റി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? velocity equation v is equal to e by b. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ വെലോസിറ്റി v is equal to e by b. e തന്നിട്ടുണ്ട്, എന്തൊക്കെ e തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്.
എത്ര കിട്ടും? E by B. എത്ര കിട്ടി? സിമ്പിൾ അല്ലേ? ഇത്ര വലിയ കാൽക്കുലേഷൻ. തെറ്റാണല്ലോ. ഇന്നോട് ചെക്ക് ചെയ്തേ. കിട്ടിയില്ലേ? ഇത് ഈ സിമ്പിൾ ഡിവിഷൻ ചെയ്യാൻ എന്താ ഇത്ര സമയം? വെറുതെ ഇരിക്കാന്ന് തോന്നുന്നു എല്ലാരും. നന്ദന കിട്ടിയോ? കേട്ടില്ല. സൗണ്ടേ ക്ലിയർ അല്ല. ചാറ്റ് ബോക്സിൽ വന്നിട്ടേ. 2 into 10 raised to 8. 10 raised to 8. 8 ഓ? 10 raised to 8 ആണോ നോക്കിക്കേ. ആൻഡ് ആൻസർ കറക്റ്റ് ആണ്. 2 into 10 raised to 6 meter per second. അപ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. ഈ ഒരു ഡിവിഷൻ 100 ഡിവൈഡ് ബൈ 50 ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ 10/5 ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. അതിൻ്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് മാത്രം ബുക്കും പേനയൊക്കെ എടുത്തെന്ന പോലെ തോന്നുന്നു. ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ. 10 raised to 8 വരുന്നില്ല ഇവിടെ. ഇത് സിമ്പിൾ അല്ലേ? 0യും 0യും ക്യാൻസൽ ചെയ്യും. 10/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഈ 10 raised to -3 ഡിനോമിനേറ്റർ അത് ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എന്താവും? 10 raised to 3 ആവും. അപ്പോൾ എന്താവും? 10 raised to 6 ആവും. 10 raised to 6 meter per second. ഇത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത പാർട്ട് എന്താ അവർ ചോദിച്ചേക്കുന്നത്? അടുത്ത പാർട്ട്, the force exerted by the beam on a target on the screen if the proton beam carries a current of 0.80 milliampere. ഇവരെന്താ ചോദിക്കുന്നത്? We have to find out the force exerted by the beam. അതായത് ഇവിടെ പ്രോട്ടോൺ ആണ് മൂവ് ചെയ്യുന്നത്. പ്രോട്ടോൺസ് ആണ് മൂവ് ചെയ്യുന്നത്. ഈ പ്രോട്ടോൺസ് ഒരു സ്ക്രീനിൽ വന്ന് ബോംബാർഡ് ചെയ്യുകയാണ്. ഒരു സ്ക്രീനിൽ വന്ന്, സ്ക്രീനിലാണ് ചാർജ് ഇരിക്കുന്നത്, ആ സ്ക്രീനിലുള്ള ടാർജറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബീം ഓൺ എ ടാർജറ്റ് ഓൺ ദ സ്ക്രീൻ. അപ്പൊ സ്ക്രീനിൽ വന്ന് അത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ അത് ആ പ്രോട്ടോൺസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. If the proton beam carries a current of 0.80 milliampere.
ആ പ്രോട്ടോൺ ബീം ക്യാരി ചെയ്യുന്ന കറണ്ട് 0.80 മില്ലി ആംപിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് അല്ല, ഇച്ചിരി പാടാണ്. നമുക്ക് നോക്കാം. When proton beam comes to rest while it strikes the screen, it exerts a force on the target equal to rate of change of linear momentum of the beam. എന്താ പറഞ്ഞിരിക്കുന്നത്? When proton beam comes to rest while it strikes the screen, it exerts a force on the target. അതായത് പ്രോട്ടോൺ ബീം വന്ന് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്ത് അത് റെസ്റ്റിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രീനിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം. അപ്പൊ ന്യൂട്ടൺസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ്. അപ്പം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. പി എന്ന് പറയുന്നത് മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എം വി എന്നാണ്. അതുകൊണ്ട് നമുക്ക് എം വി, പിക്ക് പകരം എം വി എന്ന് കൊടുക്കാം. എം വി ഡിവൈഡ് ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എം ഡിവൈഡ് ബൈ ടി ഇൻറ്റു വി എന്ന് എഴുതാം. ഇനി എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി പ്രോട്ടോൺ ബീം ആണ്. മാസ് ഓഫ് ദി പ്രോട്ടോൺ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടോണിന്റെ മാസ് എം ബി ആയിട്ട് എടുക്കാം. എം ബി ആണ്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര പ്രോട്ടോൺസ് വന്ന് അതിൽ സ്ട്രൈക്ക് ചെയ്യുമെന്ന് നോക്കണം. ഒരു സെക്കൻഡിൽ n നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് വിചാരിക്കുക. സ്മോൾ n നമ്പർ ഓഫ് ടേൺസ് ആണ് ആ സ്ക്രീനിൽ വന്ന് ബോംബാർഡ് ചെയ്യാന്ന് വിചാരിക്കുക. n is the number of protons striking the target per second ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ മാസ് എം ബി ആണ്. ഒരു സെക്കൻഡിൽ വന്ന് ബോംബാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് സ്മോൾ n ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? n ഇൻറ്റു എം ബി ആണ്. അതുകൊണ്ട് ടോട്ടൽ മാസ് എമ്മിന് പകരം നമുക്ക് n ഇൻറ്റു എം ബി, ബാക്കി അതേപോലെ തന്നെ വി ബൈ ടി എന്ന് എഴുതാം. അപ്പോൾ സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് സ്ട്രൈക്കിംഗ് ദ ടാർഗറ്റ് പെർ സെക്കൻഡ്. സ്മോൾ ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ ന്റെ വാല്യൂ number of protons striking the target per second നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Q is equal to NE എന്ന് പഠിച്ചിട്ടുണ്ടോ? രാഹുലിന്റെ അനക്കൊന്നുമില്ലല്ലോ. രാഹുലിന്റെ മൈക്ക് ശരിയായില്ലേ? മൈക്ക് ശരിയായില്ലേ? എന്താ മിണ്ടാതിരിക്കുന്നേ? ഓക്കെ, ആർക്ക് പറയാം? ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ഫോർമുല ഓഫ് ചാർജ് എവിടെയാ പഠിച്ചത്? ഈ ഇക്വേഷൻ നമ്മൾ എവിടെയാ പഠിച്ചത്?
ഈ ഇക്വേഷൻ നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചതാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചതാണ്. Q ഈസ് ഈക്വൽ ടു NE എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം? എന്നിന് പകരം എങ്ങനെയാണ് Q ബൈ ഇ എന്ന് കൊടുക്കാം. Q ബൈ ഇ. ഓക്കെ. ഇനി ക്യൂവിനെ നമുക്ക് കറണ്ടിന്റെ ടേമിൽ എഴുതാം. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് Q ബൈ ടി ആണ്. അതുകൊണ്ട് Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു ടി എന്ന് കൊടുക്കാം അല്ലേ? I ഇൻറ്റു ടി ഡിവൈഡ് ബൈ ഇ എന്ന് എഴുതാം. അപ്പോൾ സ്മോൾ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് IT ഡിവൈഡ് ബൈ ഇ ആണ്. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ഫോഴ്സിന്റെ ഇക്വേഷൻ I ബൈ ഇ ഇൻറ്റു എം ബി ഇൻറ്റു വി എന്ന് എഴുതാം അല്ലേ? n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? I ടി ഡിവൈഡ് ബൈ ഇ ഇൻറ്റു എം ബി വി ഡിവൈഡ് ബൈ ടി. ടിയും ടിയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് ഇക്വേഷൻ എഴുതാം I ബൈ ഇ ഇൻറ്റു എം ബി ഇൻറ്റു വി എന്ന് എഴുതാം. ഇനിയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടുമെന്ന് നോക്കിക്കേ. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആ, ചെയ്യാതിരിക്കരുത്. മാസ് ഓഫ് ദി പ്രോട്ടോൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? മാസ് ഓഫ് ദി പ്രോട്ടോൺ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. മാസ് ഓഫ് ദി പ്രോട്ടോൺ ഞാൻ തരാം. എം പിയുടെ വാല്യൂ നേരത്തെ ഇവിടെ എൻ്റെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1.67 into 10 raised to minus 27. 1.67 into 10 raised to minus 27 ആണ് മാസ് ഓഫ് ദി പ്രോട്ടോൺ. ചാർജ് ഓഫ് ദി പ്രോട്ടോൺ അറിയാമല്ലോ. ചാർജ് ഓഫ് ദി പ്രോട്ടോൺ ഇലക്ട്രോണിന്റെ അതേ ചാർജ് തന്നെയാണ്. 1.6 into 10 raised to minus 19 coulomb. എത്ര കിട്ടും ആൻസർ? Aaron, what is the answer? ആൻസർ കിട്ടിയ ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോളൂ. ഇത് സിമ്പിൾ ആണ്.
കിട്ടിയില്ല ആർക്കും? ഋഷി? അല്ലല്ലോ, ഒന്നുകൂടെ നോക്കിക്കേ. രോഹിത്? ഇല്ല സാർ, കിട്ടിയില്ല. (10⁻40യോ? അയ്യോ അല്ല. അയ്യോ ഇതിലെന്താ പാട്? കറണ്ട് എത്രയാ? കറണ്ട് സർ ഞാൻ ഈ റെസിപ്രോക്കൽ ആയിട്ട് എടുത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ ശരി, നോക്കിക്കേ. 0.8 മില്ലി ആംപിയർ. 0.8 മില്ലി ആംപിയർ. 0.8 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 10⁻³ into mass of the proton 1.67 into 10⁻27 into v. വെലോസിറ്റി എത്രയായിരുന്നു? വെലോസിറ്റി നമുക്ക് കിട്ടിയായിരുന്നല്ലോ. വെലോസിറ്റി 2 into 10⁻6. 2 into 10⁻6 divided by charge of the electron 1.6 into 10⁻⁻19. 0.8 into 2 എത്ര? 0.8 into 2 1.6 വരും അല്ലേ? അപ്പോൾ അതും ഈ 1.6 കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. 1.6 into 10⁻². ഇത് 10⁻⁻3, ഇത് 10⁻6. അപ്പോൾ 10⁻³ into 1.67 into 10⁻⁻27 divided by 1.6 into 10⁻⁻19. 1.6 cancel. പിന്നുള്ളത് 1.67 into പവർ നോക്കിക്കേ. പവർ ഇത് 10⁻³ 10⁻27. അപ്പം 10⁻27 10⁻24 -24. ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്റർ വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ +19 എന്ന് പറയുമ്പോഴത്തേക്ക് എത്താവും? അപ്പോൾ -5. 10⁻⁻5. ഇത്രയേ ഉള്ളൂ. കുറേ സമയം എടുക്കുന്നല്ലോ. അപ്പോൾ the answer is 1.67 into 10⁻⁻5 Newton. Okay.